ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡേ 9 വരെയുള്ള ഡിസ്കസ് ചെയ്തു, ഡേ 10 ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഗെയിംസ്, പ്ലേസ് ഓഫ് പ്ലേയിങ് എന്നുള്ളത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, അതൊന്ന് പഠിക്കുക. പിന്നെ നമ്മളിന്ന് ഡേ 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ഒരു 14 മുതൽ നമുക്ക് എന്തുണ്ട് മോക്കെടുത്ത് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ മോക്കിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിലാവും നമ്മളുടെ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. നമ്മൾ ടോപ്പിക്ക് കുറച്ചൊക്കെ കവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്ക് എന്നുള്ള ആൻസർ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത ടോപ്പിക്കിനോ നമ്മൾ പേടിക്കേണ്ട കാര്യം, നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഇനി നമ്മളുടെ ഇന്നത്തെ ഷെഡ്യൂളിലേക്ക് പോകാം. ഇപ്പൊ ഡേ 10. ഓക്കെ, ഡേ 10 ദിവസമായി നമ്മളുടെ ഡിസ്കഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ പക്കയായിട്ട് പോയാൽ മതി, നമുക്ക് ധൃതിയൊന്നും വേണ്ട. നമ്മൾ ഈ പറഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മൾ കൂടുതൽ പഠിച്ച് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ മാർക്ക് കയറാനൊക്കെ പാടായിരിക്കും. അപ്പൊ നമ്മൾ പയ്യെ പഠിച്ച് പോയി നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഗ്രാജുവലി നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായാൽ മതി, ക്ലിയർ ചെയ്താൽ മതി. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ കംപ്ലീറ്റ് പഠിച്ച് തീർത്ത് നമ്മളങ്ങനെ ധൃതി പിടിച്ച് പോയിട്ട് കാര്യമില്ല. പയ്യെ സമയം എടുത്ത് അതിന് നല്ല ബേസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറെ സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്ത് ആ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ആവും ഓട്ടോമാറ്റിക്കലി. അവിടെ നമ്മൾ പഠിച്ചാൽ പിന്നെ നമ്മളെ റൂട്ടീൻ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സമയം ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ബേസ് സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും ടൈം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ ചെയ്യുക, പ്രൊനൗണിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ്. ഓക്കെ, ബേസിക്സിന്റെ ക്ലാസ് ഒക്കെ പറഞ്ഞു, ഇപ്പൊ പ്രൊനൗണിന്റെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ റൂൾസ് പറഞ്ഞായിരുന്നല്ലോ, ഇംഗ്ലീഷ് 120 റൂൾസ്. അതിൽ 20 റൂൾ വരെ പഠിക്കുക. ഓക്കെ, പിന്നെ റീസൺ അനലോഗിയിൽ 750 ദിവസം വരെ ചെയ്യാം. കുറെ അനലോഗി എല്ലാവർക്കും സെറ്റ് ആയി കാണും. സെറ്റ് ആവാത്തവരൊക്കെ ഇനി കിട്ടുന്ന ദിവസത്തിനൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. CGL-നായാലും ബാക്കിയുള്ള എക്സാംസിനൊക്കെ ആയാലും അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലൊക്കെ വന്നാൽ ഇതിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ മിസ്സായി പോവാറ് അനലോഗിന്ന്. അതൊന്നും നന്നായിട്ട് സ്ട്രോങ് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ ഏൻഷ്യൻ ഹിസ്റ്ററി ഓൾമോസ്റ്റ് കഴിയാറായി. ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത ഡൈനാസിറ്റീസിന്റെ കാര്യങ്ങൾ പഠിക്കുക. ഇത്രയുള്ളൂ ഡേ 10. ഓക്കെ, അപ്പൊ എല്ലാവരും നടക്കട്ടെ, പരിപാടിയൊക്കെ നടക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബൈ.